കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്തിന്റെ പണിപ്പുരയിലാണെന്ന് അറിയണ്ടേ? ഒരു ബൈബിൾ കവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തെ ഇത്തവണത്തെ വീഡിയോ ക്രോഷേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന്. നിങ്ങൾക്ക് ബുക്ക് കവറായും യൂസ് ആക്കാം കേട്ടോ. ഞാൻ ആദ്യമായി ചെയ്യണ ഈ ട്യൂട്ടോറിയലിന്റെ കുറവുകളൊക്കെ കണ്ടില്ല എന്ന് നടിച്ചേക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ ഗംഗ കോട്ടൺ ഡിലൈറ്റിന്റെ യാണാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കോട്ടൺ യാൺസ് ആണ് കേട്ടോ കൂടുതലും ഇഷ്ടം. ഒരു കോപ്പർ റെഡ് കളർ ആണിത്. ഷെയ്ഡ് നമ്പർ ഇവിടെ കാണുന്നതാണ് കേട്ടോ. റെക്കമെൻഡഡ് ഹുക്ക് സൈസ് 4.5 mm ആണ്. പക്ഷെ ഞാൻ 4 mm ആണ് എടുത്തത്. ബിക്കോസ് സ്റ്റിച്ചസ് കുറച്ചുകൂടി ടൈറ്റ് ആവാനാണ് കേട്ടോ. ആദ്യം നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്ന ബുക്കിന്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്യണം. ശേഷം യാൺ എടുത്ത് സ്ലിപ്പ് നോട്ട് ഇടണം. ദേ ഇതുപോലെ. പിന്നെ ബുക്കിന്റെ നീളത്തിനനുസരിച്ച് ചെയിൻസ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ 36 ചെയിൻസ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ചെയിൻ കൂടെ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഹുക്കിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യണം. സിംഗിൾ ക്രോഷേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബേസിക് സ്റ്റിച്ചസ് അറിഞ്ഞിരിക്കണം കേട്ടോ. ദേ നോക്കിക്കേ, ഇതുപോലെ സിംഗിൾ ക്രോഷേ ചെയ്യണം. പിന്നെ വരുന്ന എല്ലാ സ്റ്റിച്ചസിലും ഒരു സിംഗിൾ ക്രോഷേ വീതം ചെയ്യണം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ചെയിൻ വരെ ചെയ്ത് ഈ റോ കംപ്ലീറ്റ് ആക്കണേ. ദേ ഇതുപോലെ. എന്നിട്ട് ഒരു ചെയിൻ കൂടെ ചെയ്യുക. ദെൻ നമ്മുടെ പ്രൊജക്റ്റിന് ഇതേപോലെ ടേൺ ചെയ്യണം. ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ സിംഗിൾ ക്രോഷേയില്, അതായത് ഹുക്കിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റിച്ചിൽ വീണ്ടും സിംഗിൾ ക്രോഷേ, വീണ്ടും അടുത്ത സ്റ്റിച്ചസിലൊക്കെ സിംഗിൾ ക്രോഷേ ചെയ്യുക. ലാസ്റ്റത്തെ സിംഗിൾ ക്രോഷയ്ക്ക് ശേഷം ഒരു എക്സ്ട്രാ ചെയിൻ ഇടുക. വർക്ക് ടേൺ ചെയ്യുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ബുക്കിന്റെ വിഡ്ത്തിനേക്കാളും കുറച്ചുകൂടെ അളവ് കൂട്ടി ചെയ്യണം. അതിന് ബുക്കിന്റെ രണ്ട് സൈഡും അതുപോലെ ഈ ഹൈറ്റിന്റെ അളവും നമ്മൾ മെഷർ ചെയ്യണം. ശേഷം അതിനേക്കാൾ കുറച്ചുകൂടെ കൂട്ടിയിട്ട് വേണം ചെയ്യാൻ. കാരണം ബുക്ക് കവറിന്റെ കുറച്ച് ഭാഗം ബുക്കിന്റെ ഉള്ളിലേക്ക് മടക്കി കയറ്റാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇത്രയും ചെയ്തിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. എനിക്ക് 40 സെന്റിമീറ്റർ വേണം. 27 ആയതേ ഉള്ളൂ. അപ്പോൾ ബാക്കി കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ട്യൂട്ടോറിയലിന്റെ പാർട്ട് 2 ഇടാം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. ഇത്രയും ഉണ്ടാക്കിയിട്ടതേ ഇങ്ങനെ മടക്കി നോക്കിയപ്പോൾ ഒരു പേഴ്സ് ആയില്ലേ? കൊള്ളാല്ലേ? അപ്പൊ ശരി.